ചില അന്ധവിശ്വാസി ശ്വാനപുത്രന്മാരും ശ്വാനപുത്രികളും കാരണമാണ് ഈ ഭൂമി എങ്ങും പറന്നു പോകാതെ സ്വസ്ഥമായി ഇവിടിങ്ങനെ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ മതിയാവൂ. കാരണം സാധാരണ മനുഷ്യന്റെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ പാകമാകാത്ത പല സംഭവ വികാസങ്ങളും വിശ്വാസങ്ങളും ഇന്നും ഇവിടെ അരങ്ങേറുന്നുണ്ട്. അതിനാരും തന്നെ യുപിയിലേക്കോ ഗുജറാത്തിലേക്കോ അങ്ങ് നോർത്ത് ഇന്ത്യയിലേക്കോ വണ്ടി കയറണ്ട. ഇവിടെ ഈ പ്രബുദ്ധ കേരളത്തിൽ തന്നെയുണ്ട് ഭൂമി ദേവിക്ക് ഭാരമേറ്റി നൽകി എങ്ങും പോകാൻ അനുവദിക്കാതെ നിലനിർത്തി സംരക്ഷിക്കുന്ന ചില എ ക്ലാസ് റോക്കറ്റുകൾ. അതിലൊരു കൂട്ടരാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയെ സമാധാനപരമായി സമാധിയാക്കി കളഞ്ഞ മക്കളും കുടുംബവും. അപ്പൊ സമയമായപ്പോൾ ഒരു 10 മണിയായപ്പോൾ പറഞ്ഞ് മക്കളെ സമാധിയാവണം, സമാധിക്ക് സമയമായി എന്ന് പറഞ്ഞു. പിന്നെ നിത്യം കഴിക്കുന്ന ഞാനാണ് ഇൻസുലിൻ അച്ഛൻ വെച്ച് കൊടുക്കുന്നത്. ഇൻസുലിനൊക്കെ വെച്ച് അതിൻ്റെ BP-ക്കുള്ളതും ഷുഗറിൻ്റെ എല്ലാം ഗുളികളെല്ലാം ഉണ്ട്. മനസ്സിലാക്കണം, ഒരാൾ സമാധിയാവണമെങ്കിൽ നാട്ടുകാർക്ക് എന്തിനാ സർട്ടിഫിക്കറ്റ്? ഒരു ഏകാഗ്രത ഇല്ലാതെ ഒരിക്കലും ഒരാൾക്ക് സമാധി ഇരിക്കാൻ പറ്റത്തില്ല. നാട്ടുകാരെല്ലാം കൂടെ ഇത്രയും പ്രശ്നമുള്ള നാട്ടുകാർ, ഇത്രയും അലിമ്പ് നാട്ടുകാർ പിന്നെ ഇവിടെ വന്ന് അച്ഛൻ സമാധിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ സമാധി ഏകാഗ്രത ഭംഗപ്പെടുത്തി ആ മുഹൂർത്തം തെറ്റൂലേ? ഞങ്ങളുടെ കുടുംബത്തിന്റെ സമാധിയിലോട്ട് ഒളിഞ്ഞു നോക്കാൻ നീയൊക്കെ ആരടാ എന്നാണ് ഇപ്പോൾ ഈ സമാധി കുടുംബത്തിന്റെ സമാധാന ആക്രോശം. BP-യുടെയും ഷുഗറിന്റെയും ഗുളിക കഴിച്ച് കഞ്ഞി കുടിച്ച് ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത് എന്ന് ഗോപൻ സ്വാമി അറിയാതെ അരുൾ ചെയ്തു പോയി. കേട്ട പാതി കേൾക്കാത്ത പാതി മകൻ അച്ഛൻ സ്വാമിയെ അങ്ങ് സമാധിയാക്കി കളഞ്ഞു എന്നാണ് എനിക്ക് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഓരോ കർമ്മങ്ങൾ അച്ഛൻ പറഞ്ഞു തന്ന പടിപ്പടി ഓരോ കർമ്മങ്ങൾ ചെയ്ത് ബ്രാഹ്മമുഹൂർത്തമായി, അതായത് വ്യാഴാഴ്ച 11:30 ബ്രാഹ്മമുഹൂർത്തമായി ഒരു 3:30 വെളുപ്പാങ്കാലം 3:30 തീർന്ന്. എന്തായാലും നേരം വെളുക്കുന്നതിന് മുൻപേ ബ്രാഹ്മമുഹൂർത്തം ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിപ്പോകുന്നതിന് മുൻപേ തന്നെ സ്വാമിജിയുടെ ഭൗതിക ദേഹത്തെ കോൺക്രീറ്റ് ഇട്ട് മൂടി നിലവിളക്കും കത്തിച്ച് പൂജയും തുടങ്ങി. നിങ്ങൾ പറയുന്ന കാൺക്രീറ്റിൽ ഉണ്ടാക്കിയ സ്ലാബ് അല്ല, അത് മയിലാടിയിലെ കൃഷ്ണശിലയാണ്. അതിനെയാണ് നപുംസക ശില എന്ന് പറയുന്നത്. ചുമ്മാ വെറുതെ ആവശ്യമില്ലാതെ ഒരു സ്ലാബ് എടുത്തിട്ട് മൂടി എന്നങ്ങനെയൊക്കെ ഒന്നും പറയാൻ പാടില്ല. കാര്യം ഒരു മരണമാണെങ്കിലും സമാധി സ്വാമിയുടെ മക്കളുടെയും കുടുംബത്തിന്റെയും നിറഞ്ഞു തുളുമ്പുന്ന അറിവുകൾക്ക് മുന്നിൽ ചിരിക്കാതെ രക്ഷയില്ലെന്നായി. സമാധിയായി കുണ്ടലിനി ശക്തികൾ ഉണർത്തി, അച്ഛൻ ആറാധാര ചക്രങ്ങൾ ഉണർത്തി, ഓരോ ജീവകലകളും ഉണർത്തി, പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് അത് തന്നെ ചെയ്ത് സമാധിയിൽ എന്ന് പറയുന്നത് ഒരാൾ മരിക്കുകയല്ല, തന്റെ ജീവകലയായ അമൃതകലയിൽ ആ ജീവനെ ഒളിപ്പിക്കുകയാണ്. ഇനി വരും നാളുകളിൽ തുച്ഛമായ വിലയ്ക്ക് സമാധിയാക്കി കൊടുക്കപ്പെടുമെന്ന പരസ്യം വഴിയിലുടനീളം കാണപ്പെടാം. അങ്ങനെ സമാധിയാകാൻ ആഗ്രഹിച്ച് എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് കാശും കൊണ്ട് ക്യൂ നിൽക്കുന്നവരെയും ഇനി അങ്ങോട്ട് നമുക്ക് കാണാം. മനസ്സിനെ ഏകാഗ്രമാക്കി ജീവനെ ശിരസിന്റെ നെറുകയിലെത്തിച്ച് സ്വയം സമാധിയാകാനുള്ള തന്ത്രവിദ്യ സർക്കാർ ഏറ്റെടുത്ത് ഈ ബാക്കിയുള്ള അവതാരങ്ങളെ കൂടി പഠിപ്പിക്കണം എന്നാണ് ഈയുള്ളവന്റെ എളിയ അഭിലാഷം. അതാകുമ്പോൾ വെറുതെ ജയിലിൽ പള്ളിയറ ഒരുക്കി മൃഷ്ടാന്ന ഭോജനം നൽകേണ്ട എന്നതും മാത്രമല്ല, സമാധിയായതാണ് എന്നൊരു വലിയ ആശ്വാസം ദൈവത്തിങ്കലെത്തുന്ന ഈ 18ാം നൂറ്റാണ്ട് വാനരങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അതായത് ഈ ശരീരമെല്ലാം ആ ബ്രഹ്മത്തിൽ കറക്റ്റ് പിടിച്ച് കറക്റ്റ് ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ഇങ്ങനെ ലയിച്ച് ശരീരം എല്ലാം വലിഞ്ഞു മുറുകി വളരെ സ്ട്രോങ് ആയി ആ പ്രാണൻ അങ്ങ് നിലയ്ക്കും. പോലീസ് വന്ന് കല്ലറ തകർത്ത് സ്വാമിയുടെ ഭൗതികദേഹം പുറത്തെടുത്ത് ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം ചെയ്ത് മരണകാരണം കണ്ടെത്താനാണെങ്കിൽ ഒരിക്കലും അത് നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് വേറെ യൂണിവേഴ്സാണ്. ഇവിടെ പോലീസും നിയമവും ഡോക്ടർമാരും ഒന്നുമില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെയും അവർക്കൊക്കെ സമാധിയെ കുറിച്ച് എന്തറിയാം? ഒരു ഡോക്ടറെ വന്ന് വിളിച്ച് എല്ലാം കൺഫേം ചെയ്യാന്ന് പറഞ്ഞാൽ അവര് വന്ന് ആ ദർശനം കാണാൻ പാടില്ല. ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് സമാധി സമയം. അവര് വന്ന് നോക്കി അതിനെ ആ ശരീരത്തെ കളങ്കപ്പെടുത്താൻ പാടില്ല, തൊടാൻ പാടില്ല. അത് മനസ്സിനെ ഏകാഗ്രമാക്കി 2 വരി കവിതാശകലം ഉരുവിടാൻ മാത്രമേ ഇപ്പോൾ തോന്നുന്നുള്ളൂ. ശാസ്ത്രം മേലോട്ട് മൂത്രം താഴോട്ട്, ഈ പരനാറികൾ ഇതെങ്ങോട്ട്?
സമാധി പ്രേമികൾ ആരും തന്നെ എന്നെ സമാധിയാക്കിയില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.